ഗാസയിൽ ഹമാസ് ഭീകരർക്കെതിരെയുള്ള ആക്രമണം തുടർന്ന് ഇസ്രായേലി സേന. കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെയാണ് ഗാസയുടെ ബോർഡറിൽ ഇസ്രായേലി സേന വധിച്ചത്. ഗാസയിലെ ഇസ്രായേലിൻ്റെ യെല്ലോ ബോർഡർ കടക്കാൻ ശ്രമിച്ച 3 ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണമുണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഡസനിലധികം ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ ആരംഭിച്ചതിന് പിന്നാലെ ഗാസയിൽ ഹമാസിന് നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ 48 മണിക്കൂറിലുണ്ടായത്. റഫയ്ക്കും ഖാൻ യൂനിസിനും സമീപമുള്ള നിരവധി ഭൂഗർഭ ടണലുകൾ പൂർണ്ണമായും ഇസ്രായേലി സേന തകർത്തു. 2 കിലോമീറ്റർ അധികം നീളമുള്ള ടണലുകളിൽ ബോംബുകൾ വെച്ചുകൊണ്ടാണ്, സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ടാണ് ഇസ്രായേലി സേന ആക്രമണം നടത്തിയത്. ഗാസയിലെ 60% ഭൂഗർഭ ബങ്കറുകൾ ഇതിനകം തന്നെ തകർത്തു എന്നാണ് ഇസ്രായേലി സേന നൽകുന്ന വിവരം. ഇതിന് പിന്നാലെയാണ് ഗാസയിൽ ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിൻ്റെ അതിർത്തി കടക്കുന്നതിനും ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണം നടത്തുന്നതിനുമുള്ള നീക്കം ആരംഭിച്ചത്.